ഇന്നലെ രാവിലെ മുതൽ ഈ സ്വഭാവത്തിൽ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് ഫ്രട്ടേണിറ്റിയെ വലിയൊരു സ്വഭാവത്തിൽ, കാരണം കെ എസ് യു ഇപ്പോൾ എസ് എഫ് ഐ കൊടുത്ത പരാതി നിങ്ങൾക്കൊക്കെയും അതിൻ്റെ എഫ് ഐ ആർ കിട്ടിയിട്ടുണ്ടാവും. 15 പേർക്കെതിരെയാണ് 308, 307 ഒക്കെ ചേർത്ത് കേസെടുത്തിട്ടുള്ളത്. അതിൽ 11 പേരും കെ എസ് യു പ്രവർത്തകരാണ്. ഈ 11 കെ എസ് യു പ്രവർത്തകർ അതിൽ പ്രതികളായി ഉണ്ടായിരിക്കെ ഒരു ബിലാലി എന്നൊരു വ്യക്തിയെ വെച്ചിട്ട് ആണ് പിന്നെ ഫ്രട്ടേണിറ്റിക്കാർ ആക്രമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു നരേഷൻ രൂപപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം പിന്നെ ഫ്രട്ടേണിറ്റിയെ പിന്നെ ചേരിതീർന്ന് ആക്രമിച്ചാൽ അതിന് കിട്ടുന്ന കേരളത്തിൻ്റെ ഒരു പൊതുബോധനകത്ത് കിട്ടുന്ന ഒരു മാധ്യമ ശ്രദ്ധ, ഇവിടെ നിലനിൽക്കുന്ന ഒരു ഇസ്ലാമോഫോബിയ, ഇതിനൊക്കെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നുള്ള ഒരു വളഞ്ഞിട്ട ആക്രമണത്തിനാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രട്ടേണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഫ്രട്ടേണിറ്റി അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയല്ല. ഞങ്ങളുടെ പ്രവർത്തകർ നിരവധി തവണ ഈ ക്യാമ്പസിനകത്ത് അക്രമത്തിന് ഇരയായതാണ്. അത് നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ ഇവിടെ സെൻട്രൽ പോലീസ് സ്റ്റേഷനെടുത്ത് അവിടുത്തെ റെക്കോർഡ്സ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, നിരവധി തവണ പ്രവർത്തകർ അക്രമത്തിനിരയായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഞങ്ങൾ അക്രമത്തിൻ്റെ പാത സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അവിടെ 100ഓളം പ്രവർത്തകരുണ്ട്, തിരിച്ചടിക്കാൻ ശേഷിയില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ക്യാമ്പസുകൾ കുരുതിക്കളമാകരുത്, അത് ഒരു അക്കാഡമിക് അന്തരീക്ഷം അവിടെ നിലനിൽക്കണം എന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നൊരു സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ കുറേ കൂടി ജനാധിപത്യപരമായ, അത് വിദ്യാർത്ഥികൾക്കിടയിൽ കൃത്യമായി ക്യാമ്പയിൻ ചെയ്ത്, ഫ്രട്ടേണിറ്റി പ്രവർത്തകർ അത് കൃത്യമായി ക്യാമ്പയിൻ ചെയ്ത് അത് മാധ്യമശ്രദ്ധയിൽ കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടിമുറികൾ, അവരുടെ ഗുണ്ടായിസം, ഇത് ചോദ്യം ചെയ്യപ്പെടണം, തിരുത്തപ്പെടണം. ഇവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവർത്തിക്കാൻ ആവശ്യമായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ജയിക്കും തോൽക്കും, ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതിനൊക്കെ ഇത്ര അസഹിഷ്ണുതയോടെ നേരിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഫ്രട്ടേണിറ്റി മനസ്സിലാക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 7 വർഷവും ഞങ്ങൾ ഒരു തിരിച്ചടി ആ സ്വഭാവത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് പിന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പോയിട്ടില്ല എന്ന് പിന്നെ ഫ്രട്ടേണിറ്റിയുടെ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വളരെ ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട്, ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വലിയൊരു അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മാധ്യമങ്ങളെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട്. കാരണം രാവിലെ എസ് എഫ് ഐ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഫ്രട്ടേണിറ്റിയുടെ ഒരു പക്ഷം കേൾക്കാൻ, ഞങ്ങളുടെ ഒരു വിശദീകരണം കൊടുക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമങ്ങൾ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അതിൽ ഞങ്ങളുടെ കൂടി ഒരു ഭാഗം കേൾക്കാൻ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നൊരു വിമർശനം കൂടി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ഉന്നയിക്കാനുണ്ട്. ഇപ്പോൾ കുറേ കൂടി മാധ്യമങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ബന്ധപ്പെട്ടതിന് ശേഷം അത്തരം മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പോലീസിൻ്റെയും കോളേജിൻ്റെയും നിഷ്ക്രിയത്വം കൂടി ചോദ്യം ചെയ്യപ്പെടണം. കഴിഞ്ഞ ഒരു 10 ദിവസത്തോളമായി നിരന്തരമായി സംഘർഷമാണ് നടക്കുന്നത്. വലിയ ആൾക്കൂട്ട ആക്രമണ ക്യാമ്പസിൽ നടക്കുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ കോളേജ് തയ്യാറായിട്ടില്ല. ഇത് ചർച്ച ചെയ്യാൻ കോളേജ് തയ്യാറായിട്ടില്ല. പ്രിൻസിപ്പാളിന് നൽകിയ നിരവധി പരാതികളുണ്ട്, ഇതിൽ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. പോലീസ് നമുക്കറിയാം, ബിലാലിനെ തന്നെ ആക്രമിച്ച 2 പരാതികളിൽ വധശ്രമം ഉൾപ്പെടെ കേസ് ചാർജ് ചെയ്തിട്ട് ഇതുവരെയും ഒരു എസ് എഫ് ഐ പ്രവർത്തനം അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. അപ്പോൾ പോലീസിൻ്റെയും കോളേജ് അധികാരികളുടെയും ഭാഗത്തുള്ള വലിയ നിഷ്ക്രിയത്വം ഈ സംഘർഷം ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് 3-ാം വർഷം, ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള നിയമ നടപടികളൊന്നും നടക്കാതാവുമ്പോഴാണ് 3-ാം വർഷ വിദ്യാർത്ഥികൾ ഈ സ്വഭാവത്തിൽ തിരിച്ചടിക്കാനൊക്കെ തീരുമാനിക്കുകയും എസ് എഫ് ഐ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അതൊരിക്കലും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് അത്തരം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നത്. ഞങ്ങളുടെ ഒരു പ്രവർത്തകനും അത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിട്ടുമില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഘർഷം വളരെ വേഗത്തിൽ അവസാനിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ. ഇപ്പോൾ കോളേജ് അടച്ചിട്ടുണ്ട്, ഹോസ്റ്റൽ അടച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഘർഷം ഇനി തുടർന്നു പോയാൽ കോളേജിൻ്റെ അക്കാഡമിക് അന്തരീക്ഷത്തെ ബാധിക്കും, വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കും. പ്രത്യേകിച്ച് അവസാന വർഷ വിദ്യാർത്ഥികളുടെ പഠനം കഴിയാൻ നിൽക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇത്തരമൊരു സന്ദർഭത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് പറയാനുള്ളത്. എസ് എഫ് ഐയുടെ ഭാഗത്തുള്ള ഏകപക്ഷീയമായ അക്രമങ്ങൾ നിർത്തണം. വിദ്യാർത്ഥികൾക്ക് സ്വതന്ത്രമായി പഠിക്കാൻ കഴിയുന്നൊരു അന്തരീക്ഷം ക്യാമ്പസിനകത്ത് ഉണ്ടാവണം. അക്രമികൾക്കെതിരെ നടപടി, ഇപ്പോൾ ഈ കുത്തേറ്റ് കിടക്കുന്ന നാസറിനെതിരെ തന്നെ എത്ര വധശ്രമ കേസുകളുണ്ടെന്ന് നമുക്കറിയാം, എത്ര കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെ നിരവധിയായ കേസുകൾ, 10ഓളം കേസുകളാണ് ഇപ്പോൾ തന്നെ സെൻട്രൽ പോലീസ് ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. അപ്പോൾ ഇതിലൊന്നും ഒരു ആക്ഷൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അക്രമങ്ങൾ അവസാനിക്കണമെങ്കിൽ പോലീസ് നിഷ്ക്രിയത്വം വെടിഞ്ഞ് കുറേ കൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തയ്യാറാവണം, നിരപേക്ഷമായ നിലപാട് സ്വീകരിക്കാൻ തയ്യാറാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കുറേ കൂടി പിന്നെ നിഷ്പക്ഷമായ സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണമെന്നാണ് ഈ ഒരു അവസരത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് പറയാനുള്ളത്.